ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 217. നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ്. കഠോപനിഷത്തിൻ്റെ 40-ാമത്തെ ക്ലാസ്സാണിത്. ഇതിൽ സൂക്തം 31-ലെ 1-2 നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആത്മീയപരമായ കാര്യങ്ങളെല്ലാം തന്നെയാണ് യമരാജൻ നചികേതസിന് ഉപദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉപദേശിക്കുന്നത് എന്ന് ആദ്യം നമുക്ക് 1-ൽ എന്താണ് പറയുന്നത് നോക്കാം. 1-ൽ യമരാജൻ പറയുകയാണ്, മഹാജ്ഞാനികളായവർ പറയുന്നു, ജ്ഞാനികളായ വേദപണ്ഡിതർ അല്ലെങ്കിൽ ഋഷികൾ പറയുന്നത് എന്താണ്? ഈ മനുഷ്യ ശരീരം വളരെ ദുർലഭമായ ഒന്നാണ്. ഈ മനുഷ്യജന്മം കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടാണത്? എത്രയോ മനുഷ്യരെ മരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലോ ജീവികളായിട്ട് ജനിക്കും. അങ്ങനെ എന്തെല്ലാം ജീവികളുണ്ട് എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ജീവികൾ ഈ നാട്ടിൽ ലോകത്തിലുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും ഒന്നിൽ ആണ് ജനിക്കുക. അതിലൊന്നു മാത്രമാണ് മനുഷ്യജന്മം. അപ്പം എത്രയോ ജീവജാലങ്ങളുള്ളതിൽ മനുഷ്യനായിട്ട് ജനിക്കാനുള്ള സാഹചര്യം പ്രോബബിലിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് ജനിക്കാൻ. കാരണം മരിച്ചാൽ ഏതിൽ ജനിക്കണം എന്നുള്ളതൊന്നും ആ ശക്തിയാണ് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്. പട്ടിയായിട്ട് ജനിക്കാം, പൂച്ചയായിട്ട് ജനിക്കാം, ഉറുമ്പായിട്ട്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ എത്രയും ഉണ്ട്. അതിലൊന്നു മാത്രമാണ് മനുഷ്യൻ. അപ്പം മനുഷ്യജന്മം കിട്ടുക വലിയ ബുദ്ധിയൊന്നും വേണ്ട. ലളിതമായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും, വളരെ പ്രയാസമാണ് ആ മനുഷ്യജന്മം കിട്ടുക. പൂർവജന്മങ്ങൾ പലതിലുമുണ്ടാകും, പലതിലുമായിട്ട് ചെയ്യുന്ന പുണ്യകർമ്മഫലമായിട്ട്. അപ്പം നമ്മൾ പഴയ ജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്താലാണ് നമുക്ക് അടുത്ത ജന്മത്തിൽ അതിനനുസരിച്ച് കർമ്മം ചെയ്യുക, നമുക്ക് ജനനം കിട്ടുക. അപ്പം ഏറ്റവും നല്ല കർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെയാണ്. കാരണം ഈ ലോകത്തെ മാറ്റിമറിക്കുന്നത് മനുഷ്യനാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാകുമ്പോൾ നമുക്ക് ഓരോ ജന്മത്തിലും പ്രമോഷൻ കിട്ടിയിട്ട് അവസാനമാണ് മനുഷ്യജന്മം കിട്ടുക. അപ്പം പൂർവജന്മ ഫലങ്ങളാണ്, അവിടെ ചെയ്ത പുണ്യഫലങ്ങളുടെ ഫലമായിട്ടാണ് എന്തു പറ്റുന്നത്? കൃപാലുവായ പരമാത്മാവ്. അപ്പം നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പരമാത്മാവ്, നമ്മളെ സൃഷ്ടിക്കുന്ന പരമാത്മാവിന് തോന്നുന്ന പിന്നെ അടുത്ത പ്രാവശ്യം ഇവന് മനുഷ്യജന്മം കൊടുത്തേക്കാം. അപ്പം കൃപാലുവായ പരമാത്മാവ്, നല്ലവണ്ണം കർമ്മം ചെയ്യുന്നവർക്ക് ആ പരമാത്മാവിന് കൃപ തോന്നും. എന്നിട്ട് മനുഷ്യരുടെ മംഗളസമ്പാദനത്തിനായി ഈ ശരീരം നൽകി. മംഗളസമ്പാദനത്തിനായി, അതായത് നീ ഇനി വേണ്ടിക്കൽ ഒരു ജീവജാലങ്ങൾക്കും കിട്ടാതെ മനുഷ്യജന്മത്തിന് മാത്രം നേടാൻ പറ്റുന്ന ആ മോക്ഷം, ബ്രഹ്മസാക്ഷാത്കാരം നീ വേണ്ടിക്ക് നേടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃപാലുവായ പരമാത്മാവ് നമുക്ക് മനുഷ്യജന്മം തന്നത്. കഴിഞ്ഞ ജന്മത്തിലെ പല ജന്മങ്ങളുടെ ഫലമായി, അവിടെ ചെയ്ത കർമ്മഫലങ്ങളുടെ ഫലമായിട്ട് അതിന് ആ നമ്മളെ സൃഷ്ടിക്കുന്ന ശക്തിക്ക് തോന്നുന്നു, കൊള്ളാം, ഇനിയിപ്പോൾ ഇവന് കൃപ തോന്നിയിട്ട് വേണ്ടിക്കിൽ ഇവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കോട്ടെ എന്ന് വെച്ചിട്ട് മനുഷ്യജന്മം തരികയാണ്. കാരണം മനുഷ്യജന്മത്തിലൂടെ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം, മോക്ഷം പ്രാപിക്കുകയുള്ളൂ.
പിന്നെ ആ ജീവന് അല്ലെങ്കിൽ ജീവാത്മാവിനോട് കൂടി, അപ്പം അത് പിന്നെ എന്ത് ചെയ്യുന്നു, മനുഷ്യജന്മം തരുമ്പോൾ അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ആ ജീവാത്മാവോട് കൂടി തന്നെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അന്തരാമിയായിട്ട് ഇരിക്കുന്നുണ്ട് ഏത്, ആ പരമാത്മാവ്. അങ്ങനെ മനുഷ്യജന്മം തരുമ്പോൾ അത് ആ നമ്മുടെ ജീവാത്മാവിനെയാണ്, ആ ഒരു നമ്മുടെ ജീവനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹൃദയത്തിലാണുള്ളത്. ആ ഹൃദയത്തിൽ ആ പരമാത്മാവ് അവിടെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ജീവാത്മാവ് പരമാത്മാവ് എന്ന് മനസ്സിലാക്കണം. ഒരു സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം ഒരു പ്ലാനാണ് ഉണ്ടാവുക. ആ പ്ലാൻ അനുസരിച്ചാണ് സൃഷ്ടി നടക്കുക. ഉദാഹരണമായിട്ട് നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം മീറ്റ് ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു പ്ലാൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ആഗ്രഹങ്ങളുണ്ടാകും. നമ്മൾ 3 ആളുണ്ട്, അപ്പം 3 മുറി വേണം, അടുക്കള വേണം, മറ്റേത് വേണം, ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങൾ നോക്കിയിട്ട് നമ്മൾ ബഡ്ജറ്റെല്ലാം നോക്കിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. പിന്നെ ആ പ്ലാൻ അനുസരിച്ചാണ് വീട് പ്രവർത്തിക്കുക. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ ഒരു ബഡ്ജറ്റുണ്ട്. രാഷ്ട്രത്തിനൊരു ബഡ്ജറ്റുണ്ട്. വർഷം ബഡ്ജറ്റ് പാസ്സാക്കുന്നില്ല. ആ ബഡ്ജറ്റിലാണ് തീരുമാനിക്കുന്ന ആ രാജ്യത്തിൽ ആ വർഷം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. ഒരു സ്ഥാപനത്തിൽ പൊതുവെ പറയും മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ മാസ്റ്റർ ബഡ്ജറ്റ് എന്നെല്ലാം പറയും. ഉദാഹരണമായിട്ട് നമ്മളെ വീട്ടിലേക്കും ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാവും, ഒരു പ്ലാൻ ഉണ്ടാവും. കാരണം നമ്മളെ ശമ്പളം നോക്കിയിട്ട് ആ വീട്ടിൽ ആ കിട്ടുന്ന പൈസ എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. 10,000 റുപ്യ ശമ്പളം, 2,000 റുപ്യ ഇലക്ട്രിസിറ്റിക്ക്, 1,000 റുപ്യ കുട്ടികൾക്ക്, അടുക്കളയിലേക്ക് ഒരു 2,000 ചെലവിന്. അപ്പം അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ആ പ്ലാനിനാണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. എന്നിട്ട് അടുക്കളയിലുള്ളവർക്ക് ഈ മാസ്റ്റർ പ്ലാൻ ഒന്നും അറിയണ്ട. അവർക്ക് അടുക്കളയിലേക്ക് എത്രയാണ് ബഡ്ജറ്റ് എന്ന് അറിഞ്ഞാൽ മതി. 2,000 ആണെങ്കിൽ അടുക്കള ഭരിക്കുന്നവർ ആ 2,000 എങ്ങനെ പച്ചക്കറിക്ക് ഇങ്ങനെ, അരിക്കിത്ര എന്ന നിലയിൽ അവരത് വീതിക്കും. അതാണ് സബ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം മാസ്റ്റർ പ്ലാനും ഉണ്ടാവും, സബ് പ്ലാനും ഉണ്ടാവും. ബഡ്ജറ്റിലാണെങ്കിൽ ആദ്യം ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാവും. ഒരു സ്ഥാപനത്തിൻ്റെ ആണെങ്കിൽ പിന്നെ അതിന് ഓരോന്നിനും വേറെ ഉണ്ടാവും. അതാണ് പ്ലാനിങ് ബഡ്ജറ്റ്, മാർക്കറ്റിംഗ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഇങ്ങനെ. അതിൽ ആ കാര്യങ്ങളേ വരുള്ളൂ. വിദ്യാഭ്യാസ ബഡ്ജറ്റിലാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ, വീടിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ ബഡ്ജറ്റ്, പഠിപ്പിന് 2,000 ചിലവിടുന്നു. അപ്പോൾ അതിൽ 1,000 ട്യൂഷൻ അധ്യാപകന്, ആദ്യം 500 ഫീസിന്, 500 വണ്ടിക്ക്, ഇന്നെല്ലാം ഇങ്ങനെ തീരുമാനിക്കുക. അതുപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് സൃഷ്ടി നടക്കുന്നത്. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. എന്നിട്ട് സൃഷ്ടി നടക്കുമ്പോൾ പ്രമോദനം സൃഷ്ടിക്കും. എന്തിന്? അപ്പം ഈ സൃഷ്ടിയിൽ ഞാൻ ചെയ്യേണ്ട ജോലി മാത്രമുള്ളതാണ് എൻ്റെ ജീവാത്മാവ്, സബ് പ്ലാന്. ലോകത്തിനൊരു പ്ലാനുണ്ട്, അത് പരമാത്മാവ്. ഞാൻ ചെയ്യേണ്ട ജോലിയുടെ ഒരു പ്ലാനുണ്ട്, അത് ജീവാത്മാവ്. അതുമാതിരി കോടതിയിൽ എല്ലാ നിയമങ്ങളും കൂടിയ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ
ഇന്ത്യക്ക് മുഴുവനുള്ള നിയമപുസ്തകം. അതിൽ ക്രിമിനൽ കേസ് ഉണ്ടാവും, സിവിൽ കേസ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഒരു ക്രിമിനൽ കോടതിയിലാണെങ്കിൽ പ്രധാന ബുക്ക് അവിടെ ഉണ്ടാവും, മാസ്റ്റർ പ്ലാൻ, മാസ്റ്റർ നിയമം. പക്ഷെ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ക്രിമിനൽ നിയമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് അത് സബ് പ്ലാൻ. അതിനനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുക. അതുമാതിരി പ്രപഞ്ചത്തിന് ഒരു പ്ലാനുള്ളത് പരമാത്മാവ്, അത് അവിടെ വെറുതെ വെക്കുകയേ ചെയ്യൂ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് പരമാത്മാവ് ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. അത് കാര്യമായിട്ടൊന്നും ചെയ്യില്ല. അവിടെ ഉപയോഗിക്കുന്ന ഏതാണ്? അതിൽ ഞാനെന്ത് ചെയ്യണമെന്നുള്ള എൻ്റെ ബഡ്ജറ്റ്. അതാണ് ജീവാത്മാവ്, അതാണ് ജീവന് കാരണം. അപ്പം ജീവാത്മാവാണ് നമ്മളെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്, അതിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അവർ രണ്ടുപേരും അവിടെ സത്യത്തെ പാനം ചെയ്യുന്നു. സത്യത്തെ പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് ഞാൻ ചെയ്യുന്ന കർമ്മമെല്ലാം ഇതിനനുസരിച്ചായിരിക്കും പ്രധാനപ്പെട്ട പരമാത്മാവെന്ന പ്ലാനിലുള്ളതാണ് ഞാനും ചെയ്യുക. അതിൽ എൻ്റേത് മാത്രം ഞാൻ ചെയ്യുന്നു. രണ്ടും സത്യമനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഫലം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനാണ് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പ്ലാനിലുള്ള ഒരു ചെറിയ ഭാഗമാണ് ഞാൻ. അപ്പോൾ അതും അതിനുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ആ പുസ്തകം അങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ്, പരമാത്മാവ് എന്ന പുസ്തകം. അപ്പം രണ്ടിൻ്റെയും സ്വഭാവത്തിന് വലിയ അന്തരമുണ്ട്. ജീവാത്മാവ് ഫലം അനുഭവിക്കുന്നു, അതായത് എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ ഫലം അനുഭവിക്കും. ദുഃഖം ഉണ്ടാകുമ്പോൾ ദുഃഖം, സുഖം ഉണ്ടാകുമ്പോൾ സുഖം, ചിരിക്കേണ്ടപ്പം ചിരിക്കും, കരയേണ്ടപ്പം കരയും. അതെല്ലാം എൻ്റെ പ്ലാൻ അനുസരിച്ച് ജീവാത്മാവ്. പക്ഷേ മാസ്റ്റർ പ്ലാൻ ആയിരിക്കുന്ന പരമാത്മാവ് അവിടെ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നില്ല. അതവിടെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിലുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെന്താണോ ഉള്ളത് അതുപോലെ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അതിടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിടപെടുന്നില്ല. അത് വേറൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട്, സബ് പ്ലാൻ ഉണ്ടാക്കിയിട്ട്, ജീവാത്മാവ് എന്ന പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. കുറച്ച് മാനേജ്മെൻറ്റ് ഫങ്ഷൻ അറിയുന്നവർക്ക്, മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് പഠിച്ചവർക്ക് പറയുന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് പിടികിട്ടും. യഥാർത്ഥത്തിൽ വെയിലും നിലാവും പോലെയാണത്. വെയിലിൻ്റെ ഒരു ചെറിയ അംശമാണ് നിലാവായിട്ട് വരുന്നത്. വെയിലിൻ്റെ ഭാഗം തന്നെയാണ്. സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രനിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നതിനാണ് നിലാവ്. അപ്പോൾ ഇത് പൂർണ്ണമാണ് വെയിൽ. നിലാവ് അതിൻ്റെ ഒരു ചെറിയ അംശം. അപ്പം പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളുള്ള ആ ചെറിയ പ്ലാൻ. ഇനി രണ്ടാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത്? യമരാജൻ അവിടെയും പറയുകയാണ്. യമരാജൻ അവിടെ പ്രാർത്ഥിക്കുകയാണ്. ആരോട്? ഹേ പരമാത്മാവേ. ആ പ്ലാനോട് പറയുകയാണ്, ഞങ്ങൾക്ക് നിഷ്കാമമായി യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള വിധികൾ നന്നായി ഗ്രഹിക്കുവാനും അവ അനുഷ്ഠിക്കുവാനും അങ്ങയുടെ പ്രസന്നത പ്രാപ്തമാക്കുവാനും അതുവഴി വിരക്തി വന്നവർക്ക് വന്ന് സംസാരസാഗരത്തിൻ്റെ കടക്കുവാനും അങ്ങനെ ആ പരബ്രഹ്മ പുരുഷോത്തമനെ അറിയുവാനും പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത നേടുന്നതിനുള്ള കഴിവും സാമർഥ്യവും നൽകണേ എന്ന് പറയുകയാണ്. ആ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏതിലാണ് കിടക്കുന്നത്? പരമാത്മാവിൻ്റെ ലോകത്തിൻ്റെ പ്ലാനിൽ എന്താണോ ഉള്ളത് ആ ജോലി ചെയ്യാനാണ്, അതിൻ്റെ ഒരു ചെറിയ കർമ്മം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്.
അപ്പം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ പരമാത്മാവിലാണ് കിടക്കുന്നത്, ആ പ്ലാനിലാണ് കിടക്കുന്നത്. ആ പ്ലാനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന വർഷത്തിൽ ഇന്ന കാലത്ത് ഇന്ന സമയത്തിനിടക്ക് പ്രമോദ് എന്നൊരു വ്യക്തിയെ സൃഷ്ടിച്ചിട്ട് ഇന്ന കർമ്മം ചെയ്യിക്കണം. അതാണ് എൻ്റെ പ്ലാന്. അപ്പം അത് ഏതെന്ന് വരുന്നതാണ് പരമാത്മാവോട്. അതുകൊണ്ട് പരമാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്, യമനടക്കം പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് നിഷ്കാമമായി, അതായത് നമ്മളത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന നമുക്ക് വേണ്ടി എന്നതാണ്, അതിലർത്ഥമൊന്നുമില്ല, അത് മായയാണ്. നമ്മളെ കൊണ്ട് എങ്ങനെയാണ് കർമ്മം ചെയ്യിക്കുന്നത്? ആ ശക്തി ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നിലൊരാഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ അതിന് എന്നെ കൊണ്ട് റോഡ് വെട്ടണം എന്ന് വെച്ചോളൂ. അപ്പം ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കും, എന്നിട്ട് എന്നിലൊരാഗ്രഹം ഉണ്ടാക്കും, അവിടെ റോഡ് വെട്ടാൻ ആളെ എടുക്കുന്നുണ്ട്, അവിടെ പോയാൽ പൈസ കിട്ടും. അങ്ങനെ പോയിട്ട് ഞാൻ വെട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ശക്തിയാണ് എന്നെ കൊണ്ട് റോഡ് വെട്ടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നിഷ്കാമമായി ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാതെ മായയിലകപ്പെട്ടിട്ട് ഞാൻ എനിക്ക് വേണ്ടി എന്ന ചിന്ത ഒഴിവാക്കിക്കൊണ്ട് യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്തേ പറ്റൂ. അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരിക, അതിനുള്ള വിധികൾ എങ്ങനെ നന്നായിട്ട് അത് ചെയ്യണമെന്നുള്ള വിധികളും എനിക്ക് മനസ്സിലാക്കി തരിക. അങ്ങനെ ഞാനത് ചെയ്യുമ്പോൾ അങ്ങ് തൃപ്തിയാവുകയും വേണം. കാരണം അങ്ങേക്ക് വേണ്ടിയിട്ടാണ് എന്നെ സൃഷ്ടിച്ചത് ഈ കർമ്മം ചെയ്യാൻ. അപ്പോൾ എൻ്റെ കർമ്മം അങ്ങേക്ക് തൃപ്തിയാവുകയും വേണം. പിന്നെയോ അതേസമയം എനിക്ക് വിരക്തി ഉണ്ടാക്കി തരണം. ഈ മായയിൽ നിന്ന് തന്നെ വേർപെടുത്തിയിട്ട് ഇത് എനിക്ക് വേണ്ടിയല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി തരണം. യഥാർത്ഥത്തിൽ അത് ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ടാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് വേണ്ട, ഞാനെന്തായാലും ചെയ്തേ പറ്റും. അതുകൊണ്ട് എനിക്ക് വിരക്തി ഉണ്ടാക്കുക, എനിക്ക് എന്നൊരു ചിന്തയില്ലാതെ യജ്ഞം ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും. ആ തരത്തിൽ ചിന്തിക്കാനുള്ളൊരു മനസ്ഥിതി എനിക്ക് ഉണ്ടാക്കി തരണം. അല്ലാതെ വളച്ചു കെട്ടിയിട്ടൊന്നും വേണ്ട, ഞാനങ്ങ് ചെയ്തോളാം, അത്തരത്തിൽ ഉണ്ടാക്കുക. അല്ലാതെ എനിക്ക് വേണ്ടി എന്ന നിലയിൽ എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി റോഡ് വെട്ടുന്നു, അങ്ങനെ വളഞ്ഞ പരിപാടിയൊന്നും ഇല്ലാതാക്കിയിട്ട് അതാണ് വിരക്തി എന്ന് പറയുന്നത്. സംസാര സാഗരത്തെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് എനിക്ക് പോകണം. അതാണ് സംസാര സാഗരത്തെ മറികടക്കുവാനും അതുവഴി പരബ്രഹ്മ പുരുഷോത്തമനെ അറിയുവാനും. അതേസമയം എനിക്കെന്ത് വേണം? ഇതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആ പരമാത്മാവാണെന്നുള്ള തത്വം മനസ്സിലാക്കുവാനുള്ള കഴിവും അങ്ങനെക്ക് തരണം. ഇപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. പക്ഷേ ആ ശക്തിയാണ് എന്നെക്കൊണ്ട് ജയിപ്പിക്കുന്നത് എന്നുള്ള ഒരു ജ്ഞാനവും അത് തിരിച്ചറിയാനുള്ള ജ്ഞാനവും എനിക്ക് തരണം. അതിലൂടെ അതിനുള്ള കഴിവും സാമർഥ്യവും എനിക്ക് തരണേ എന്ന് പറയുകയാണ്. അതായത് ചുരുക്കത്തിൽ അങ്ങാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് ഏതോ ഒരു അദൃശ്യ ശക്തി. അതാണ് പരമാത്മാവ് എന്ന പ്ലാനായിട്ട് ഹൃദയത്തിലുള്ളത്. അത് ഈ ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെക്കൊണ്ട് കുറേ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യാനുള്ള ഒരവസരം എനിക്കുണ്ടാക്കി തരണമേ എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കർമ്മം ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ അവസാനം ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയും ചെയ്യും.